CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണത്തിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് മുസ്ലിം ലീഗ് അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരജ്വാല എന്ന പേരിൽ മഞ്ചൽ യാത്ര നടത്തിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയമുറ്റത്ത് ആവേശകരമായ സ്വീകരണം നൽകി. കായികം, കലാ, പ്രവൃത്തി പരിചയം തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ പ്രതിഭകളെയാണ് സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് ആദരിച്ചത്. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ ചടങ്ങിൽ കൊടിയേറി. ജനുവരി 30-നാണ് പൂരം നടക്കുന്നത്. 6 ദേശങ്ങളിൽ നിന്നായി ഇണക്കാളകളും 26ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ദേശപൂരവും പൂരത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കും. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പല എയ്ഡഡ് സ്കൂളുകളിലും നിയമനം ലഭിക്കുന്ന അധ്യാപകർക്ക് തസ്തികയുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ലാത്തത് കാരണവും നിയമനാംഗീകാരം ലഭിക്കാത്തത് കാരണവും പിന്നീട് ജോലിയിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. തസ്തികകളെക്കുറിച്ച് വ്യക്തതയില്ലാത്തതും നിയമനം സുതാര്യമല്ലാത്തതുമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. പലരും ജോലിയിൽ പ്രവേശിച്ച് 1 വർഷമാകുമ്പോഴോ ശമ്പളം കിട്ടാതാകുമ്പോഴോ അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോഴോ ആണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയുന്നത്. പരാതിക്കാരിൽ മിക്കവരും നിശ്ചിത പ്രായം പിന്നിട്ടവരായതിനാൽ പിന്നീട് PSC വഴിയും മറ്റു ജോലികളിൽ ലഭിക്കാൻ പ്രയാസമുണ്ടാകുന്നു. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കാത്തത്, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നേരിടുന്ന വിഷയങ്ങൾ, കോടതി പരിഗണിക്കേണ്ട പ്രശ്നങ്ങൾ എന്നിവ കമ്മീഷന് മുൻപാകെ ലഭിച്ചു. ആകെ 42 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. 10 പരാതികൾ തീർപ്പാക്കി. 8 പരാതികൾ തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 23 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. 1 ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലേക്കും കൈമാറി. അഡ്വക്കേറ്റ് സുകൃത, കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണത്തിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് മുസ്ലിം ലീഗ് അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരജ്വാല എന്ന പേരിൽ മഞ്ചൽ യാത്ര നടത്തിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. പനമണ്ണ പത്തായപ്പടി മുതൽ കിഴൂർ റോഡ് വരെ നടന്ന പ്രതിഷേധ യാത്രയിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ പറയുന്നത് ചെർപ്പുളശ്ശേരി നഗര നവീകരണം എന്ന് പറയുന്നത് വർഷങ്ങളോളമായി ഇതൊരു മെഗാ സീരിയൽ പോലെ നടന്നു പോവുകയാണ്. ഒരാളുകൾ സർവീസ് സൊസൈറ്റി എടുത്ത ഒരു വർക്ക് എന്റെ നാട്ടിലുണ്ട്. 6 കിലോമീറ്റർ റോഡ് ഒന്ന് ടാർ ചെയ്തെടുക്കാൻ 3 വർഷം കഴിഞ്ഞ് ഇനിയും ജനങ്ങൾ കാത്തിരിക്കാൻ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് എന്ന് പറയുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി അല്ലാതെ ഇതിന്റെ വർക്കിന് ചില പ്രത്യേകത ഉണ്ട്. എന്റെ നാട്ടില് റോഡ് പണി നടക്കുമ്പോ 7 കോടി റുപ്യന്റെ വർക്കാണ്. നമ്മൾ അവസാനം ഉത്തരവാദിത്തപ്പെട്ട ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവസാനം സംസാരിച്ചപ്പോ ഒരു ദിവസം രാവിലെ എന്റെ വീട്ടിൽ കുറച്ച് തൊഴിലുറപ്പ് പോകുന്ന കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഈ കമ്പനി ഇമാതിരി പണിയാണ് എടുക്കുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ പണി ഞങ്ങൾക്ക് തരണം, ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നാണ് തൊഴിലുറപ്പിന് പോകുന്ന സാധാരണക്കാരായ മനുഷ്യർ നമ്മളോട് വിളിച്ചു പറയുന്നു. നവീകരണം വൈകുന്നതിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. CCN ചെർപ്പുളശ്ശേരി. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയമുറ്റത്ത് ആവേശകരമായ സ്വീകരണം നൽകി. കായികം, കല, പ്രവൃത്തി പരിചയം തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ പ്രതിഭകളെയാണ്
സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് ആദരിച്ചത്. ടീം ബാൻഡ് മേളം, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് എന്നിവയുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടെയാണ് വിജയികളെ സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചത്. ദേശീയ ഫുട്ബോൾ താരം KP മുഹമ്മദ് ഷിഫിൻ, സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ ഹംന നസ്രിൻ, ആഫിയ ഫാത്തിമ, സംസ്ഥാന ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷാമിൽ, സംസ്ഥാന കരാട്ടെ താരങ്ങളായ ലക്ഷ്യ S, അൻഷിത എന്നിവർക്ക് സ്വീകരണം നൽകി. സംസ്ഥാന ഇൻക്ലൂസീവ് ഫുട്ബോൾ താരം ഷാഹുൽ ഹമീദ്, പ്രവൃത്തി പരിചയമേളയിൽ തിളങ്ങിയ അമൻ അസീസ്, മുഹമ്മദ് മുസ്തഫ C, വിദ്യാരംഗം കലാസാഹിത്യവേദി സംസ്ഥാന വിജയി റിസ മെഹ്റിൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ R. ഷീജ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത്. കാരണം ഇത്രയും കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലില് നല്ല ഉന്നത വിജയത്തിൽ എത്താൻ പറ്റിയ ഒരു വർഷമാണ്. അത് വ്യത്യസ്ത മേഖലകളിലാണ് നമ്മുടെ ഈ മക്കള് കഴിവ് തെളിയിച്ചിരിക്കുന്നത്. സ്പോർട്സ് ഉണ്ട്, അതേപോലെ കലാ യൂത്ത് ഫെസ്റ്റിവൽ മേഖലയിൽ, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് മേളയിൽ, ഇതിലെല്ലാം ഉന്നത വിജയം നേടിയ ഈ കുട്ടികളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അഭിനന്ദിക്കുന്നു. വരും വർഷങ്ങളിലും ഈ കുട്ടികൾക്ക് ഉന്നത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ P. സുന്ദരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറിമാരായ M. മിനി, റഷീദ് എന്നിവർ ആശംസകൾ നേർന്നു. ആർട്സ് ക്ലബ്ബ് കൺവീനർ C. അബ്ദുൽ സലാം, സ്പോർട്സ് കൺവീനർ KN സമീർ, അറബിക് സാഹിത്യോത്സവം കൺവീനർ മുഹമ്മദ് ബഷീർ, വർക്ക് എക്സ്പീരിയൻസ് കൺവീനർ വിനീത, വിദ്യാരംഗം കൺവീനർ സുനില എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരായ ശോഭ, ബെൻസീറ, മൻസൂർ, ഗീത, ബിന്ദുജി കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. സാധാരണക്കാർ ഉപയോഗിക്കുന്ന പാതകളും റോഡുകളും പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളായി കാണണമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ പുനർനിർമ്മിച്ച താനൂർ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ EMS റോഡ് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ മണ്ഡലത്തിൽ വിവിധ മേഖലകളിലായുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ഗ്രാമീണ റോഡുകൾ ലക്ഷ്യം വെക്കുക എന്നതാണ് പ്രധാന കാര്യം. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 638 റോഡുകളാണ് ഗ്രാമപഞ്ചായത്തുകളുടെ കീഴിൽ നവീകരിക്കാൻ സാധിച്ചത്. അതിൽ ഒരു റോഡ് മാത്രമാണ് ചെറിയമുണ്ടത്തെ EMS റോഡ്. ഏകദേശം 300 കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ചെറിയമുണ്ടം പഞ്ചായത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. സ്കൂൾ കെട്ടിടങ്ങൾ, പാലങ്ങൾ, നഴ്സിംഗ് കോളേജ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. തുടക്കം കുറിച്ച എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും EMS റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. സമസ്ത മേഖലയിലും ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയമുണ്ട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏകദേശം 300 കോടി രൂപയിലധികം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ 3 പാലങ്ങളുണ്ട്, അതിൻ്റെ അപ്രോച്ച് റോഡുകളുണ്ട്, സ്കൂൾ കെട്ടിടങ്ങളുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, കുടിവെള്ള പദ്ധതിയുടെ പ്രധാനപ്പെട്ട ടാങ്കുണ്ട്. കുടിവെള്ള പദ്ധതി ജൽജീവൻ പദ്ധതി ഇടക്കാലത്ത് വെച്ച് കേന്ദ്ര സർക്കാർ നിർത്തൽ ചെയ്തിരുന്നു. അതിന് കാലാവധി കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട്
അതിൻ്റെ പൂർത്തീകരണം കുറച്ച് താമസിച്ചു. ഇപ്പോൾ നമ്മൾ നബാർഡിൽ നിന്നും 5000 കോടി രൂപ സർക്കാർ ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ബാക്കിയുള്ള ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കും. 2017 താനൂർ കുടിവെള്ള പദ്ധതി നമ്മൾ ആരംഭിക്കുന്നത്. ഏറ്റവും പുതിയ എസ്റ്റിമേറ്റോട് കൂടി അരിയറക്കൊന്നിൽ അതിൻ്റെ ടാങ്കും അതോടൊപ്പം തന്നെ തൃപ്പങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഭാരതപ്പുഴ ചേർന്നിട്ടുള്ള കിണറുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 17 കിലോമീറ്റർ ദൂരത്തിൽ നമ്മളിപ്പോൾ വെള്ളം അവിടെ നിന്നും താനൂർ വരെ എത്താനുള്ള സൗകര്യങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുമണം ഗ്രാമപഞ്ചായത്തിലെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഫണ്ട്, കേന്ദ്ര ഫണ്ട് നിർത്തലാക്കിയത്. അതിന് പകരം ഇപ്പോൾ നബാർഡിൻ്റെ ഫണ്ട് ലോൺ ലഭ്യമായി. ആ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കും. പരിപാടിയിൽ ജനപ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുത്തു. CCN മലപ്പുറം. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ ചടങ്ങിൽ കൊടിയേറി. ജനുവരി 30 പൂരം നടക്കുന്നത്. 6 ദേശങ്ങളിൽ നിന്നായി ഇണക്കാളകളും 26ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ദേശപൂരവും പൂരത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കും. കൊടിയേറ്റം നടന്നതോടെ ക്ഷേത്രത്തിൽ ഇനി ഉത്സവ പൊലിമയുടെ നാളുകളാണ്. കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി പടിഞ്ഞാറേ നെടുമ്പള്ളിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിൽ ക്ഷേത്രം കാർമ്മികൻ ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ പൂമൂടലും വൈകുന്നേരം തോട്ടര ബ്രദേഴ്സ് നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഡോക്ടർ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അഖില സതീഷ് മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സിന്റെയും ഫോട്ടോ പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിച്ചു. ഏകദേശം നല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും 60 വർഷം മുൻപ് പാലക്കാട് ജില്ലയിൽ വന്ന ഒരു കഥകളി ചെന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഓർമ്മ വെച്ച നാളുകൾ ഒരു പാലക്കാട് ജില്ലക്കാരനായിട്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്ന സത്യം ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ പഠിച്ചത് ഇവിടെ അടുത്താണ്, പത്തിരിപ്പാട എന്ന സ്ഥലത്ത് ഗാന്ധി സേവാസനം കഥകളി വിദ്യാലയം. ഒരു കഥകളി ചെന്ന വിദ്യാർത്ഥിയെ 60 വർഷം മുമ്പ് കൊണ്ടാണ്. ആ പഠനത്തോടുള്ള കൃത്യമായ വർഷങ്ങൾ. ക്ഷേത്രത്തിൽ ദിവസേന രാവിലെ 5:30 ഗണപതി ഹോമം, പാരായണം, അഷ്ടപതി, നിറമാല, ശ്രീഭൂതബലി, ആറാട്ട്, ശീവേലി, മേളം, ദാരികാവതം പാട്ട്, വിളക്കുമാടം തെളിയിക്കൽ, ദീപാരാധന, കളമ്പാട്ട്, പാവക്കൂത്ത് എന്നിവ നടക്കും. ഇനിയുള്ള ദിവസങ്ങളിലായി മെഗാ തിരുവാതിരക്കളി, ഭരതനാട്യം, കുച്ചുപ്പുടി, ഗാനമേള തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറും. 26 പ്രതിഷ്ഠാ ദിനാഘോഷവും 28 ചെറിയാറാട്ട് ദിനത്തിൽ സർപ്പബലി, ഭക്തിപ്രഭാഷണം, ഡിജിറ്റൽ ബാല എന്നിവയും നടക്കും. 29 വലിയാറാട്ട് ദിനത്തിൽ ഗാനമേളയും കാളവരവും ഉണ്ടാകും. ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ജനുവരി 30 പൂരം നടക്കുന്നത്. 6 ദേശങ്ങളിൽ നിന്നായി 10ഓളം ഇണക്കാളകൾ അണിനിരക്കുന്ന കാളവേലവരവും 26ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന ദേശപൂരവും നടക്കും. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മുൻഗണന നൽകുന്നതിന്റെ ഭാഗമാണ് സ്വീകരണവും സെമിനാറും സംഘടിപ്പിച്ചത്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ സുരേഷ്.
ചെർപ്പുളശ്ശേരി നഗരസഭ കൂടാതെ ചളവറ, അനങ്ങനടി, തൃക്കടീരി, നെല്ലായ, വല്ലപ്പുഴ, കുലുക്കല്ലൂർ, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ആലിപ്പറമ്പ്, താഴേക്കോട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമീണ യുവജനങ്ങളുടെ നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. കോളേജ് മാനേജർ അബ്ദുൽ മജീദ് മന്നുശ്ശേരി, പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിഷയങ്ങൾ പഠിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുകളാണ് ജനപ്രതിനിധികൾ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രസംഗം ആവശ്യമില്ല എന്നത് 100% നമുക്ക് ബോധ്യമുള്ള കാര്യം. അപ്പൊ നമ്മളിങ്ങനെ ഒരു പരിപാടി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചത് മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ, നമ്മുടെ പ്രദേശത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കും സമൂഹത്തിനും ആവശ്യമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ. ഇപ്പൊ ഒരുപാട് സീനിയർ മെമ്പർമാർ ഇവിടെ ഉണ്ട്. ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് പുതിയ ആളുകളുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ സീനിയേഴ്സിന് കുറെ സാങ്കേതികമായ പ്രയാസങ്ങളും അനുഭവങ്ങളും ജനങ്ങളുമായി ഇടപഴകിയതിന്റെ ഒരു നല്ലൊരു ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ടാവും. ജൂനിയേഴ്സ് ഒരുപാട് ആശയങ്ങളുണ്ടാവും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അത് ഓരോരോ കാര്യത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിന്റെ സാങ്കേതികത്വങ്ങൾ അല്ലെങ്കിൽ ചുവപ്പ് നാടകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക. അപ്പൊ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കഴിയാൻ പറ്റുന്ന അതിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് CCN ചെർപ്പുളശ്ശേരി. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അലുമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. വിലവർദ്ധനവ് നിയന്ത്രിക്കാനായില്ലെങ്കിൽ ഫാബ്രിക്കേഷൻ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഭാരവാഹികൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. ജില്ലാ പ്രസിഡന്റ് ജ്യോതി ആക്കോടിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ ALCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ദിലീപ്, അബ്ദുറഹ്മാൻ, ഹൈദർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മുൻദീർ സ്വാഗതവും ട്രഷറർ ഷൗക്കത്ത് അലി നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂൾ, കുളക്കാട്ടുകുറിശി ക്രിസ്തുരാജ ALP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി പ്രതിജ്ഞയെടുത്തത്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് CN സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി P കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. മണ്ണമ്പറ്റ അക്ഷരശ്രീ സ്കൂൾ പ്രധാനാധ്യാപിക P ബിജി, ക്രിസ്തുരാജ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസി, ഡോക്ടർ KP അച്യുതൻകുട്ടി, NV മുരളീകൃഷ്ണൻ, KV സുബ്രഹ്മണ്യൻ, S മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. CCN കടമ്പഴിപ്പുറം. മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 25 വൈകുന്നേരം കൊടിയേറ്റത്തോടെ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ കൊടിയിറക്കത്തോടെയാണ് 8 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാവുക. 10-11 നൂറ്റാണ്ടുകളിലായി നിർമ്മിതി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ 2 സുബ്രഹ്മണ്യ സ്വാമിമാരും പടിഞ്ഞാട്ട് ദർശനമായി ധർമ്മശാസ്താവും പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്നു. 3 കൊടിമരങ്ങളോട് കൂടിയ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്യും.
മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ജനുവരി 26, 27, 28 തീയതികളിലാണ് ഉത്സവ ബലി നടക്കുന്നത്. 7-ാം ദിവസം ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പോടെ ഗ്രാമോത്സവവും പള്ളിവേട്ടയും നടക്കും. സമാപന ദിവസം ആറാട്ടു സദ്യയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഭക്തർക്കായി പ്രസാദഊട്ട് ഒരുക്കിയിട്ടുണ്ട്. ഉത്സവ നാളുകളിൽ പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം, തായമ്പക, പഞ്ചാരിമേളം, കഥകളി, പാണ്ടിമേളം, ചാക്യാർകൂത്ത്, അക്ഷരശ്ലോക സദസ്, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരകളി, സംഗീതാർച്ചന തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും. കൊടിയേറ്റത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. പിന്നെ ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ചയാണ് തൈപ്പൂയം ആറാട്ടോടുകൂടി സമാപിക്കുന്നു. അന്ന് കൊടിയിറക്കം രാവിലെ ഒരു 10 മണി സമയത്ത് കൊടിയിറങ്ങി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെ അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ കലാപരിപാടികളുണ്ട്, സാംസ്കാരിക പരിപാടികളുണ്ട്. അങ്ങനെ പ്രഗത്ഭന്മാരായ പ്രശസ്തരായ ആൾക്കാർ പങ്കെടുക്കുന്ന വാദ്യങ്ങളുണ്ട്, ചാക്യാർകൂത്ത്, അങ്ങനെ കുറെ കലാപരിപാടികളുണ്ട്. നാട്ടുകാരുടേതായ കരിക്കാട് കലാസമിതിയുടെയും അതുപോലെ തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലെ അവർ പഠിപ്പിക്കുന്ന നൃത്യങ്ങളും കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ഒ സുരേഷ് ബാബു, പ്രസിഡന്റ് കെ പി സുധീഷ് കുമാർ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശങ്കരനാരായണൻ, അംഗം നീലകണ്ഠൻ മൂത്തേടം എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കുസാറ്റ് എന്നിവയുടെ സംയുക്ത പിന്തുണയോടെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഗവേഷണ പഠനങ്ങളുടെ ബ്ലോക്ക് തല അവതരണം കടമ്പഴിപ്പുറത്ത് നടന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് ഇരട്ട മുഖങ്ങളോ, സുസ്ഥിര കൃഷി ഭാവിയുടെ ഭക്ഷണ സുരക്ഷ, നേട്ടങ്ങളും കോട്ടങ്ങളും എന്നീ 2 പ്രധാന പ്രമേയങ്ങളിലൂന്നിയാണ് പഠനങ്ങൾ നടന്നത്. ഉപജില്ലയിലെ 9 വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ ഗവേഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ NP പ്രിയേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, വാർഡ് മെമ്പർ MV അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു. പരിശീലകൻ PC ശിവശങ്കരൻ, റിട്ടയർഡ് ശാസ്ത്രാധ്യാപകൻ AR രവിചന്ദ്രൻ, പ്രജിഷ, കൃഷ്ണപ്രകാശ് തുടങ്ങിയവർ ഗവേഷണ പ്രബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റ് പടിക്കൽ ഏകദിന ഉപവാസ സമരം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. UDF കൊണ്ടുവന്ന ആനുകൂല്യങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ മാർച്ച് മാസം നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായി. പിണറായി വിജയൻ 9 വർഷം ഭരിച്ചതിന്റെ ദുരന്തമാണ്. എന്നൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തിൽ ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി മോബിഷ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണത്തിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് മുസ്ലിം ലീഗ് അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരജ്വാല എന്ന പേരിൽ മഞ്ചൽ യാത്ര നടത്തിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയമുറ്റത്ത് ആവേശകരമായ സ്വീകരണം നൽകി. കായികം, കലാ, പ്രവൃത്തി പരിചയം തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ പ്രതിഭകളെയാണ് സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് ആദരിച്ചത്. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ ചടങ്ങിൽ കൊടിയേറി. ജനുവരി 30-നാണ് പൂരം നടക്കുന്നത്. 6 ദേശങ്ങളിൽ നിന്നായി ഇണക്കാളകളും 26ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ദേശപൂരവും പൂരത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.